ഒരു മനുഷ്യൻ എൻ്റെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ചാണ്ടി ഉമ്മൻ വളരെ ജൂനിയറാണ്, അദ്ദേഹത്തിനെ മന്ത്രിയാക്കണം. സതീശൻ തീരുമാനിച്ചു കഴിഞ്ഞു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അദ്ദേഹമാണല്ലോ അന്തിമമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. മാത്രമല്ല ചാണ്ടി ഉമ്മൻ ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ മോഡലാണെന്ന് ഞങ്ങൾ പറയും. കാരണം ഒരു പഞ്ചറാകാത്ത സൈക്കിളും എടുത്ത് തേരാപാര ചവിട്ടി മണ്ഡലത്തിലൂടെ നടന്ന് ഫ്ലക്സിന് പൈസ ചിലവാക്കാതെ ജയിച്ചു വന്ന വളരെ 1-2 പേരേ ഉള്ളൂ അങ്ങനെ പൈസ കുറച്ച് ചിലവാക്കി. അതിൽ ഏറ്റവും കുറച്ച് പൈസ ചിലവാക്കിയത് എനിക്കൊന്ന് അദ്ദേഹം ചായ കുടിക്കാൻ ചിലവാക്കിയ പൈസ മാത്രമേ ഉള്ളൂ അല്ലേ? തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കീർത്തനയാണ്. അതെ, ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ വ്യവസായം കീർത്തനയ്ക്കാണ്. ഓക്കെ ആഷ്മി. ലസ്കെ ഞാൻ കാര്യത്തിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയധികം MLA-മാരുണ്ട്, ഇത്രയധികം അത്രയും കുറച്ച് മന്ത്രി മാത്രമേ ഉള്ളൂ. അപ്പം എസ്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അത് ഓൾമോസ്റ്റ് പരിഹരിച്ചു. ഇപ്പോൾ അവിടെ KPCC ആസ്ഥാനം നടന്നുകൊണ്ടിരുന്ന അതിൻ്റെ ഫൈനൽ ലിസ്റ്റിംഗ് ആണ്. അതിനുശേഷം ഹൈക്കമാൻഡ് ഇപ്പോൾ ദീപാദാസ് മുൻഷി അടക്കമുള്ളവരുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ റാറ്റിഫിക്കേഷൻ നാളെ വൈകുന്നേരത്തോടുകൂടി എല്ലാ മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർ കൈമാറുക എന്നുള്ളതാണ്. അത് അടുത്ത കാലത്ത് UDF-ന്റെ ചരിത്രത്തിൽ അങ്ങനെ വളരെ സ്മൂത്തായി ഒരു മന്ത്രി ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എസ്കെ ആത്യന്തികമായി ഇതിന്റെ റിയൽ ടെസ്റ്റ് വരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്, ഭരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് നിലപാട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഗീയതയ്ക്കെതിരെ ഇലക്ഷൻ മുഖത്ത് കടുത്ത നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിലപാട് തന്നെയാണ്, അക്കാര്യം തർക്കമില്ല. അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്, അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ആ നിലപാട് ജനം ചേർത്തിർത്തും. അതിന്റെ ഉദാഹരണമാണ് VD സതീശൻ. പക്ഷേ എസ്കെ അത് ഭരണത്തിലേക്ക് ഒരു അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അത് മാത്രം കൊണ്ട് കാര്യമില്ല, അത് ഭംഗിയായി ഭരിക്കണം. അവിടെ സ്കോപ്പില്ല. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നേരത്തെ പറയുന്നത് പോലെ ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് മാത്രമാണോ കാര്യം എന്ന കാര്യമല്ല. കാര്യം നമുക്ക് ഈ ഡെപ്റ്റ് GST റേഷ്യോയുടെ കണക്ക് നോക്കി നമ്മൾ തലവിരുത്തു പോകുന്ന പോലെയുള്ള അവസ്ഥയുണ്ട്. മാരകമായ കടം കയറുന്ന ഒരു സംസ്ഥാനമായി കേരളം പ്രത്യേകിച്ച് മാറുന്നുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധി നടുവിൽ തന്നെയാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ VD സതീശൻ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി അടക്കമുള്ള കാര്യം ഡെലിവറി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എസ്കെ ഇപ്പോൾ കയറി ആദ്യം ചെയ്യാൻ പോകുന്നത് ധവളപത്രം ഇറക്കാൻ പോവുകയാണ്. ധവളപത്രം ഇറക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഉള്ള മറുപടി ആവുന്നില്ല. എന്താണ് യഥാർത്ഥ അവസ്ഥ എന്നേ ഉള്ളൂ. ഇപ്പോൾ ധവളപത്രം നമ്മൾ പോലും അത് കമ്പോടുമ്പോൾ കുത്തിരുന്ന് വായിക്കുന്നുണ്ട്. നമുക്ക് വൈകിട്ട് ചർച്ച ഉണ്ടെങ്കിൽ മാത്രം ഞാനൊക്കെ കാര്യം അതുപോലെ എക്കണോമിക് ടേംസ് ആയതാണ്. വൈകിട്ട് ചർച്ച ഉണ്ടെങ്കിൽ മാത്രമേ കമ്പോട് അത് കുത്തിരുന്ന് വായിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പോലും വായിക്കില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഒട്ടുമേ അതെത്താൻ പോകുന്നില്ല. ജനങ്ങൾക്കറിയേണ്ടത് ഈ ഫ്രീ KSRTC യാത്ര എന്ന് പറയുന്ന കാര്യം നടക്കുമോ എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതാണ്. ആശമാർക്ക് പ്രഖ്യാപിച്ച നടക്കുമോ എന്നുള്ളതാണ്. അത് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ സർക്കാരിന്റെ ഒരു പെർസെപ്ഷൻ പ്രതീതി അത് ഉറപ്പിച്ചിട്ടുണ്ട്. ആദ്യ മന്ത്രിസഭാ തന്നെ ഞങ്ങളുടെ കാര്യം എടുക്കണം. എനിക്ക് എന്റെ ഒരു സംശയം, ആഷ്മി ഇങ്ങനെ ഒരു 6.5 അടി പൊക്കത്ത് ഞാൻ കാണുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താ അറിയോ? ആഷ്മിയുടെ ചർച്ചയിൽ വന്ന് കോരകരം വാദിക്കുന്ന സംവാദകർ കുറച്ചുപേര് ഇപ്പൊ ഈ മന്ത്രിസഭയിലുണ്ട്. അപ്പൊ ഇവർ ചർച്ചയിലുള്ള ഈ പ്രാവീണ്യം അവർ ഈ മന്ത്രിസഭയിലും കാണിക്കുമോ? മന്ത്രിമാരായിരിക്കും പ്രവർത്തിക്കുന്നുള്ളതാണ്. ഇതേ ചർച്ചയിൽ ആഷ്മി പറയേണ്ടി വരും. തന്നെ നിയോഗം ലഭിക്കും. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. മാത്രമല്ല അതിൽ പ്രസംഗത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, ഒരു കാര്യമില്ല. ടെലിവിഷൻ അവതരണത്തിനും പ്രസക്തിയില്ല. ഉറപ്പ് നമുക്കിട്ട് പറഞ്ഞാൽ മതിയല്ലോ, ഭരിക്കേണ്ടവരാണല്ലോ. എനിക്കത് പ്രതീക്ഷ തോന്നുന്നത് അത് VD സതീശന്റെ ഈ ധനതത്വശാസ്ത്രത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കഴിഞ്ഞ കാലയളവിൽ സംസാരിക്കുന്നു. ഈ പറയുന്ന അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പും നമ്മുടെ ഈ ടാക്സേഷനിൽ റീസ്ട്രക്ചറിംഗ് ഉണ്ടാവണം എന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തോളം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് GST ഇപ്പം തോമസ് പറഞ്ഞുകൊണ്ടിരുന്ന GST വന്ന പക്ഷേ ഏറ്റവും അധികം ഗുണം കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം എന്താണ്? കേരളം ഏറ്റവും അധികം കൺസ്യൂമർ സംസ്ഥാനമാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടുന്നത് കേരളത്തിലാണെന്ന് ഐസക്കിന്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാതെ പോകാൻ കാരണം നമ്മുടെ സ്ട്രക്ചറിങ്ങിന്റെ പ്രശ്നമാണ്. വാറ്റും GST വേറെ കണ്ട് അതിനെ സ്ട്രക്ചർ ചെയ്യണമെന്ന് VD സതീശൻ 5 വർഷം മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയെങ്കിലും അത് ഫുൾ പ്രൂഫ് ആയിട്ടില്ല. സിസ്റ്റം പരാജയം പറയുന്നുണ്ട്. എസ്കെ രണ്ടെണ്ണി പറയുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡിന്റെ കാര്യത്തിൽ മാത്രം ടാക്സേഷൻ വേണ്ട വിധത്തിൽ ഒരു 15,000 കോടി ആ ഇനത്തിൽ മാത്രം വരാമെന്ന് എന്ന് പറഞ്ഞാൽ VDയുടെ ഈ വിഷയത്തിലെ ടാക്സേഷൻ കാര്യത്തിലെ കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്ക് തോന്നും. അത് ആക്കിയെടുത്താൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹാരമാവുകയും ചെയ്യും. അല്ല, ആഷ്മി ഒരു പ്രവചനം നടത്തിയല്ലോ, ഞാനും ഒരു പ്രവചനം നടത്തുകയാണ്. കാര്യം ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ പ്രവചിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് മോശമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആഷ്മി, ഞാൻ ഈ പല ആൾക്കാരെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും നല്ല കോർഡിനേറ്റർ ഏറ്റവും നല്ല ഭരണകർത്താവാകും. ഈ കോർഡിനേഷൻ കപ്പാസിറ്റി VD സതീശൻ നന്നായിട്ടുണ്ട്. അപാര കോർഡിനേറ്റർ അതെയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും മഹാവിപത്തുകൾ വന്ന് വിട്ടില്ലെങ്കിൽ നല്ലൊരു ഭരണകർത്താവായിരിക്കും VD സതീശൻ. അതിനുള്ള സ്കോപ്പ് എല്ലാം ഉണ്ട്, സാധ്യതയുണ്ട്. കാര്യം ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ നല്ല കോർഡിനേഷൻ അദ്ദേഹത്തിനുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഈ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.